أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു മധ്യവയസ്കനായ സഹോദരൻ, അദ്ദേഹം സമാധിയായതിനെ തുടർന്ന് അത്തരം പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ആ മധ്യവയസ്കൻ്റെ കുടുംബങ്ങളും അയൽക്കാരുമൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി കോടതിയിൽ പരാതിയുമായി പോവുകയും അവസാനം ആ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ഖബറടക്കം ആ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയുമാണ്. മലയാളികളെന്ന് പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും അറിവുമുള്ളവരാണ്. എങ്കിലും വിശ്വാസവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്താണ് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നില്ല. ഇപ്രകാരം ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറഞ്ഞ് പിന്നീട് ദൈവാവതാരമായി മാറി അതൊരു ആൾ ദൈവമായി മാറുന്ന ചരിത്രങ്ങളും സംഭവങ്ങളുമാണ് വർത്തമാനകാലത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിലും 10-20 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ CM വലിയുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജാറം കെട്ടിപ്പടുക്കുകയും അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ
മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് സിഎം വലിയുള്ളയാണ് എന്ന് മനുഷ്യരെ, പാമരങ്ങളായ സാധുക്കളായ മനുഷ്യരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു കാലമാണ് നാം ജീവിക്കുന്ന ഈ കാലം. എന്നാൽ ദൈവം ആരാണ്, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം റബ്ബ് ഏകനാണ് എന്നും അവന്റെ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും, ഖുർആനിന്റെ 2ാമത്തെ ഭാഗം ഈ ലോക ജീവിതം താൽക്കാലികമാണ് എന്നും മരണാനന്തര ലോകമാണ് യഥാർത്ഥ ജീവിതമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതുമാണ്. 3ാമതായി ഖുർആൻ നമ്മളോട് പറയുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട അനന്തരാവകാശ സ്വത്തും അതുപോലെയുള്ള നിയമങ്ങളെ കുറിച്ചുമാണ് മറ്റ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ ദൈവം ആരാണ്, സൃഷ്ടാവാരാണ്, ഈ ലോകത്തിന്റെ റബ്ബുൽ ആലമീനായ നാഥൻ ആരാണ് എന്ന് സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ അല്ലാഹ്, സൃഷ്ടാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. ദൈവമാകണമെങ്കിൽ, സൃഷ്ടാവാകണമെങ്കിൽ അതിൻ്റെ 1ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് അൽ ഹയ്യു, എന്നെന്നും ജീവിക്കുന്നവനാണ്. മനുഷ്യരായ നാം ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നു, പിന്നീട് മരണപ്പെട്ടു പോകുന്നു. പ്രവാചകന്മാരും മഹാന്മാരും എല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയും അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ആ റബ്ബിൻ്റെ ദൈവമാണ് എന്നറിയിക്കുന്നതിൻ്റെ 1ാമത്തെ തെളിവായി അള്ളാഹു പറഞ്ഞത് അൽ ഹയ്യു, എന്നെന്നും ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂം, സർവ്വതും നിയന്ത്രിക്കുന്നവനാണവൻ. നമ്മുടെ കൈകൾ ചലിപ്പിക്കുന്നതും ആകാശ സീമകളിലൂടെ വിമാനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ സമുദ്രത്തിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്നതും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ലാ തഅഖുദുഹു സിനതും വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ അല്ലാഹുവിനെ ബാധിച്ചിട്ടില്ല. നമ്മുടെ വീടിന്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള മനുഷ്യൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോകാം, എന്നാൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ നാം ഉറങ്ങുമ്പോഴും നമ്മെ നിരീക്ഷിക്കുകയാണ്, നമുക്ക് സുരക്ഷിതത്വം നൽകുകയാണ്, നമ്മെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. ഹോളിവുഡിലെ ഒരു പ്രമുഖ സിനിമാ താരമായ സൈഫ് അലി ഖാൻ എന്ന് പറയുന്ന 1200 കോടി രൂപയുടെ ആസ്തിയുള്ള ആ മനുഷ്യന്റെ, അദ്ദേഹം താമസിക്കുന്ന ബാന്ദ്രയിലെ 4 മുതൽ 12 നിലയുള്ള ആ ഫ്ലാറ്റിന്റെ 4 മുതൽ അങ്ങോട്ടുള്ള നിലകളൊക്കെ അദ്ദേഹം വിലക്കെടുത്തു. 110 കോടിയോളം വിലയുള്ള ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന, എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളോടും കൂടി ജീവിക്കുന്ന ആ മനുഷ്യനെ ഒരക്രമി കടന്നു വന്ന് 6ഓളം കുത്തുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തുകയും, ഇത്രയും വലിയ ശതകോടീശ്വരനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാർ പോർച്ചിൽ വിലപിടിപ്പുള്ള ആഡംബര വാഹനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ വിശേഷണമായിട്ട് അല്ലാഹു പറഞ്ഞത് ലാ തഅഖുദുഹു സിനതും വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ അവനെ ബാധിച്ചിട്ടില്ല. ഒരു വിശ്വാസി അവന്റെ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നത്
ഉറക്കവും മയക്കവുമില്ലാത്ത ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിലേക്കാണ് ഒരു വിശ്വാസി അവന്റെ ഉറക്കത്തിലും ഉണർവിലുമുള്ള അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ എല്ലാം ബരമേൽപ്പിക്കുന്നത് ആ അല്ലാഹുവിലേക്കാണ്. ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന പോലും ഇപ്രകാരമാണ്: യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് ഞാനൊരു സഹായം നിന്നോട് ചോദിക്കുകയാണ്. എന്ത് സഹായമാണ് വേണ്ടത്? അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, അല്ലാഹുവേ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ മാത്രം കാര്യമല്ല, എൻ്റെ പ്രിയ മക്കളുടെ കാര്യം, പ്രായമായ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കാര്യം, ജീവിതത്തിൻ്റെ ഈ ജീവിത ഓട്ടത്തിനിടയിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പടച്ചവനെ, ഞാൻ പരിശ്രമിക്കാം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, അല്ലാഹുവേ അതൊക്കെ നീ നന്മയിലാക്കി തരണേ റബ്ബേ. ഭയത്തിലും പ്രതിസന്ധിയിലും കഷ്ടപ്പാടിലും പരീക്ഷണങ്ങളിലും ആക്കല്ലേ. വലാ തകൽനി ഇലാ നഫ്സി തുർഫത ഐൻ, എൻ്റെ കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും പടച്ച റബ്ബേ നീ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ റഹ്മാനെ. എൻ്റെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഇതാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെയും നമ്മെ പഠിപ്പിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മൗലികമായ സിദ്ധാന്തം, ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ അല്ലാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കളയുകയും തൻ്റെ സൃഷ്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, തീർച്ചയായും മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവരാണ്. ആപത്ഘട്ടങ്ങളിൽ പുരോഹിതനിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹുവിലേക്ക് പറയേണ്ടതിനു പകരം സൃഷ്ടികളിലേക്കും ജാറങ്ങളിലേക്കും മനുഷ്യരിലേക്കും ആൾ ദൈവങ്ങളിലേക്കുമാണ് ഈ പുരോഹിതന്മാർ മനുഷ്യരെ എത്തിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവരുടെ വിശ്വാസത്തെ മാത്രമല്ല അവരുടെ കീശയെയും അവർ ചോർത്തിക്കളയുന്നുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. ഏത് ആപത്ഘട്ടത്തിലും നിങ്ങൾക്ക് രക്ഷകൻ അല്ലാഹുവാണ്. മലക്കുകളോ ജിന്നുകളോ മഹാന്മാരോ നിങ്ങളെ സഹായിക്കാനില്ല. ആ റബ്ബ് മാത്രമാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് എന്ന് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അടർത്തി മാറ്റും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നാം മനസ്സിലാക്കേണ്ടത്, നാം നിലകൊള്ളുന്ന നമ്മുടെ നാട്ടിൽ പുരോഹിത മതവുമുണ്ട്, പ്രവാചക മതവുമുണ്ട്. നാം ഉൾക്കൊള്ളേണ്ടത് പ്രവാചകന്മാരുടെ മതമാണ്, പ്രവാചകന്മാരുടെ പാതയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിനു ശേഷം ഈ വിശ്വാസധാരയിലേക്ക് കടന്നു വന്നവർ സൂഫിസത്തിലേക്ക്, തസവൂഫിലേക്ക്, മതത്തിലേക്ക് അതിരുകവിഞ്ഞ മതഭ്രാന്തുകളിലേക്ക് മനുഷ്യർ മാറി. ജീവിതത്തിന്റെ വിവാഹ ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിൽ നിന്നും മാറി അവർ സന്യാസ ജീവിതങ്ങളിലേക്ക്, ഇസ്ലാം എന്ത് അരുതേ എന്ന് പറഞ്ഞോ അത്തരം തസവൂഫുകളിലേക്ക് ജനങ്ങളിൽ നിന്ന് മാറി, മനുഷ്യരിൽ നിന്ന് മാറി, പ്രത്യേക രൂപങ്ങളിലും ഭാവങ്ങളിലും വേഷങ്ങളിലും മാറി അവർ ഈ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പച്ചയായ മനുഷ്യരായിക്കൊണ്ട് വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്നു.
അവർ മാർക്കറ്റിൽ പോയി കച്ചവടവും ഉപജീവനവും ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് ബഹുഭൂരിപക്ഷം മനുഷ്യരും ചിന്തിക്കുന്നത് പ്രവാചകന്മാർ ഇങ്ങനെയാകേണ്ടവരല്ലല്ലോ. അവർ ഏതെങ്കിലും ആശ്രമങ്ങളിലോ പ്രത്യേക സ്ഥലങ്ങളിലോ അവരവിടെ കഴിയുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം തൻ്റെ അനുയായികൾ അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വഖാലു, അവർ ചോദിക്കുന്നു, മാലിഹാദർ റസൂൽ, ഇതെന്ത് പ്രവാചകനാണ്? കാരണം യഅകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുകയും മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് പ്രവാചകനാണ്? ഇതൊക്കെയാണോ പ്രവാചകന്മാർ? എന്നിട്ടോ ലൗലാ ഉൻസില ഇലൈഹി മലക്, ഇദ്ദേഹത്തിന്റെ മേൽ ഒരു മലക്ക് ഇറങ്ങാത്തതെന്താണ്? ഫയകൂന മാഹു നദീറ, അദ്ദേഹത്തിന് താക്കീതുകാരനായിക്കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനായി ഒരു മലക്കിനെ ഇറക്കാത്തത് എന്താണ്? അപ്പോൾ അവരുടെ സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും ക്ഷണിക്കുന്ന പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അകന്ന് സൂഫിസത്തിലേക്ക് പോകുന്ന മനുഷ്യരായിക്കൊണ്ടാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെയും മനുഷ്യർക്കിടയിലേക്ക് കടന്നു വന്ന് സാധാരണ മനുഷ്യരായി, ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല അധ്യാപകനായി, ഒരു നല്ല നേതാവായി കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 അനുചരന്മാർ റസൂലിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. പ്രവാചകൻ അവിടെ ഇല്ലായിരുന്നു. റസൂലിന്റെ ഇബാദത്തുകളെ കുറിച്ച്, ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് 3 പേരും ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കും, പിന്നീട് വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കും, രാത്രിയിൽ ഇശാ നമസ്കാരവും ഖിയാമുൽ ലൈലും കഴിഞ്ഞാൽ പ്രവാചകൻ ഉറക്കത്തിലേക്ക് പോകും. ഇതൊക്കെയാണ് പ്രവാചകന്റെ രീതി. അപ്പൊ ഇത് കേട്ടിട്ട് ഈ 3 പേരിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കർമ്മങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? റസൂലിന്റെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ രാത്രിയിൽ ഞാൻ ഉറങ്ങുകയില്ല, രാത്രിയും പകലും അള്ളാഹുവിന് ഞാൻ ആരാധനകളും ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടും. മറ്റൊരു അനുചരൻ പറഞ്ഞു, ഇനിയുള്ള പകലുകളിലെല്ലാം ഞാൻ നോമ്പനുഷ്ഠിച്ച് ഒരു നോമ്പുകാരനായിക്കൊണ്ട് ജീവിക്കും. മൂന്നാമതായി വന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയും മക്കളോടുമൊക്കെ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി വിവാഹം കഴിക്കുകയില്ല. 3 പേരും പ്രതിജ്ഞ ചെയ്ത് മടങ്ങിപ്പോയ വിവരം അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോൾ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. റസൂൽ ഈ 3 അനുചരന്മാരെയും വിളിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെക്കാളേറെ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. വഅത്ഖാകും ലഹു, നിങ്ങളെക്കാളേറെ ഞാൻ ആ റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ലാകിന്നി അസൂമു വഅഫ്തിറു, നിങ്ങളിൽ ഒരാൾ പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ മുഴുവൻ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ ചില ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചില ദിവസം എനിക്ക് നോമ്പില്ലാതിരിക്കുകയും ചെയ്യും. വഉസല്ലി വഅനാമു, ഞാൻ നമസ്കരിക്കുകയും രാത്രിയിൽ വിശ്രമിക്കുകയും ചെയ്യും. വഅതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഭാര്യയും മക്കളോടൊപ്പം ഞാൻ ജീവിക്കുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ ചര്യയോട് വിമുഖത കാണിക്കുന്നവൻ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്
മതഭ്രാന്തിന്റെ രൂപമല്ല. മനുഷ്യൻ മിതത്വത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു പ്രവാചകന്റെ നോമ്പും നമസ്കാരവും വിവാഹ ജീവിതവും? ആ പ്രവാചകന്റെ ചര്യയാണ് സഹോദരങ്ങളെ നമ്മളും പിൻപറ്റുന്നത്. ആ പ്രവാചകന്റെ മാതൃകയാണ് നാമും പിൻപറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചത് ജനങ്ങളിൽ ഒരുവനായി അവരെ നന്മയിലേക്ക് ഉപദേശിക്കുന്ന ആളായി ജീവിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചിരുന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ അനുചരന്മാരും ഒരു ഭക്ഷണത്തളികയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അതിഥികളും അതിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വരുന്നതനുസരിച്ച് ആ വരുന്ന അതിഥികൾക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുന്നു. അവസാനം പ്രവാചകനെ ഒതുങ്ങി പ്രവാചകന്റെ കരങ്ങൾ ആ തളികയിലേക്ക് വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു രാജ്യക്കാരനായ, മറ്റൊരു മതവിശ്വാസിയായ ഒരു രാജാവ് ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ മുഹമ്മദ്? റസൂലിന്റെ അനുചരന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇദ്ദേഹമാണ് നമ്മുടെ പ്രവാചകൻ. ആ രാജ്യത്തിന്റെ പ്രതിനിധി പ്രവാചകനുമായി സംസാരിച്ച് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അതേ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുമാണ്. ഈ ജനങ്ങളുടെ കൂടെ ബുദ്ധിമുട്ടിയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട വ്യക്തിയല്ല താങ്കൾ ഒറ്റയ്ക്കിരുന്ന് ഒരു തളികയിൽ വിശിഷ്ടമായി ഭക്ഷണം കഴിക്കേണ്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു മതസ്ഥനായ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് പ്രവാചകൻ പറഞ്ഞത്, ആ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ നാട്ടിലെ ഈ മനുഷ്യരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് ജീവിക്കാൻ. അതായിരുന്നു റസൂലിന്റെ മാതൃക, അതായിരുന്നു പ്രവാചകന്റെ മാതൃക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിനു ശേഷം വന്ന ഒരുപാട് തങ്ങന്മാരുണ്ട്. ഞങ്ങൾ റസൂലിന്റെ കുടുംബക്കാരാണ്, ഞങ്ങൾ റസൂലിന്റെ അനന്തരാവകാശികളാണ്. അവർക്ക് പ്രത്യേകമായ പദവിയും ആഡംബര വാഹനങ്ങളും അവർക്കുണ്ട്. അവർക്ക് അവരുടേതാകുന്ന പ്രത്യേകതകളുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ അവരിൽ ഒരാളായി കൊണ്ട് ജീവിച്ചു. എന്തിനാണ് ഇപ്രകാരം ഈ രൂപത്തിലേക്ക് പ്രവാചകന്റെ ശേഷവും തങ്ങന്മാരും മഹാന്മാരും മഹത്തുക്കളും എന്ന് പറയുന്ന മനുഷ്യര് വലിയ ആത്മീയ ആചാര്യന്മാരായി ജീവിച്ചുകൊണ്ട് ഇപ്രകാരം മനുഷ്യരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതെന്ന് അറിയുമോ? ഞങ്ങൾക്ക് ഭാവിഭൂത വർത്തമാനങ്ങളെ കുറിച്ചറിയാം. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് നിങ്ങളുടെ രോഗങ്ങളും പ്രതിസന്ധികളും മാറ്റാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന രൂപത്തിൽ അവർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുക, പ്രവാചകരെ, നബിയെ പറയുക, എൻ്റെ ശരീരത്തിന് തന്നെ, എൻ്റെ സ്വന്തം ശരീരത്തിന് തന്നെ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ സാധ്യമല്ല. എൻ്റെ ശരീരത്തിൽ വരുന്ന രോഗത്തെ തടയാനോ ആ രോഗത്തെ സംരക്ഷിക്കുവാനോ ഉള്ള കഴിവ് എനിക്കില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നിട്ട് വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, വലൗ കുന്ത അലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. വലൗ കുന്ത അലമുൽ ഗൈബ, ഞാൻ മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയുമായിരുന്നുവെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കും. മാത്രമല്ല, വമാ മസ്സനിയ സൂഅ, എന്നിലേക്ക് വരുന്ന അപകടങ്ങളും പ്രതിസന്ധികളും അതിലൂടെ എനിക്ക് നേരത്തെ മാറ്റാൻ കഴിയും. എൻ്റെ ശത്രുക്കളാരാണ്, എന്നിലേക്ക് കടന്നു വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് സുരക്ഷിതമാകാമായിരുന്നു. എന്നാൽ എനിക്ക് അദൃശ്യം അറിയുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞപ്പോ റസൂലിന് അതിന്റെ നിജസ്ഥിതി അറിയില്ല. അല്ലാഹു തആല പ്രവാചകനെ അറിയിച്ചപ്പോഴാണ് തൻ്റെ പ്രിയതമ നിരപരാധിയാണ് എന്നറിയുന്നത്.
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ മറ്റൊരു ഭാഗത്ത് ജീവിക്കുമ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അറിയില്ല എൻ്റെ മകൻ ഈജിപ്തിന്റെ ഭരണാധികാരിയായിക്കൊണ്ട്, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്ന വിവരം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ്. സഹോദരങ്ങളെ, ഭാവി ഭൂത വർത്തമാനങ്ങളെ കുറിച്ച് അറിയുന്നവൻ, നാളെയുടെ നമ്മുടെ പ്രതിസന്ധികളെ കുറിച്ച് അറിയുന്നവൻ, നാളെ നാം ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഭാവി ഭൂതവർത്തമാനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. എന്നാൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സഹോദരന്മാർ ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടാളികളായ മനുഷ്യർ അവിടെ ഉണ്ടാകും. അവർ പറയും, ഞങ്ങൾ 1 വർഷം കൊണ്ട് ഈ തങ്ങളുപ്പാപ്പയുടെ അടുക്കൽ വരുന്നു, ഈ ജോത്സ്യന്റെ അല്ലെങ്കിൽ ഈ ആളുടെ വീട്ടിലേക്ക്, ഈ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നു, ചെറിയൊരു ആശ്വാസമുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? എൻ്റെ പ്രശ്നം കച്ചവടത്തിലെ നഷ്ടമാണ്, എൻ്റെ ഭാര്യ സുഖമില്ലാതെ വല്ലാത്ത രോഗത്തിലാണ്. ഈ വിവരം അദ്ദേഹത്തിലേക്ക് കൈമാറുമ്പോൾ ആ ജോത്സ്യൻ അദ്ദേഹം അവിടെ പോയിരുന്ന ഉടനെ ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഞങ്ങളുടെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നു, കച്ചവടങ്ങൾ നഷ്ടത്തിലാണ്, ഇതിൻ്റെ പരിഹാരം ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ഇന്ന ദർഗകളിലേക്ക് നേർച്ചയാക്കണം, ഇന്ന ഇന്ന വഴിപാടുകൾ നടത്തണമെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ആശയെയും കീശയെയും ചോർത്തി കളയുന്നു. സഹോദരങ്ങളെ, ഈ പൗരോഹിത്യത്തിൻ്റെയും അതുപോലെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി ഏത് പ്രതിസന്ധി വന്നാലും, ഏത് രോഗങ്ങൾ വന്നാലും, എത്ര നഷ്ടങ്ങൾ വന്നാലും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്, പറയുക പ്രവാചകരെ, അവൻ എഴുതപ്പെട്ടതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും ഒരു പ്രതിസന്ധിയും സംഭവിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ, അവനാണ് ഞങ്ങളുടെ നിയന്ത്രണാധികാരി. ആ റബ്ബിലേക്കാണ് ഒരു മുവഹിദായ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭരമേൽപ്പിക്കേണ്ടത്. ആ റബ്ബിലാണ്. ഏത് പ്രതിസന്ധികളിലും ആ റബ്ബിനോട്, ആ റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 1-2 ആഴ്ചകൾ കൊണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലും കാലിഫോർണിയയിലും പടർന്നുകൊണ്ടിരിക്കുന്ന തീക്കാറ്റും വലിയ നാശനഷ്ടങ്ങളും പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ നാം കാണുന്നുണ്ട്. ലോകത്തിൻ്റെ വലിയ ശതകോടീശ്വരന്മാരും അതുപോലെ ഹോളിവുഡ് താരങ്ങളുമൊക്കെ താമസിക്കുന്ന വിലപിടിപ്പുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളുമൊക്കെ ഈ ശക്തമായ തീക്കാറ്റിലൂടെ അള്ളാഹു ഒരു പരീക്ഷണമെന്നോളം അവരിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ നശിപ്പിച്ചത് 7 രാത്രിയും 8 പകലുകളും അവരിലേക്കൊരു തണുത്തുറഞ്ഞ കാറ്റ് അവരിലേക്ക് അടിച്ചു വീശിക്കൊണ്ട് അവരുടെ എല്ലുകളെ പോലും മരവിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ശക്തമായ ഒരു കാറ്റിലൂടെ ഒരു ഭൂപ്രദേശത്തെ ഭൂപടത്തിൽ നിന്ന് അല്ലാഹു എടുത്തു മാറ്റി. സഹോദരങ്ങളെ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ലോകത്തിൻ്റെ മുന്നിൽ നട്ടെല്ല് നിവർത്തി ഞങ്ങളാണ് ലോകത്തിൽ അത്യുന്നതന്മാരെന്ന് അഭിമാനം കൊണ്ടിരുന്ന ആ മനുഷ്യർ
നിസ്സഹായതയുടെ ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചത്